ജ്യോതിർമയും അമൽ നീരദും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. അവതാരകനായി തുടങ്ങി പിന്നീട് സിനിമയിൽ സജീവമാകുകയായിരുന്ന ജ്യോതി ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും ബോഗൻവില്ലയോടെ വീണ്ടും തിരിച്ചെത്തി. ജീവിതത്തിൽ നിഴലായി കൂടെ ഉണ്ടായിരുന്ന അമ്മയെ നഷ്ടമായതിനെക്കുറിച്ച് നടി സംസാരിച്ചിരുന്നു. കേരള കാൻ പരിപാടിയിൽ വച്ചായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതിനെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അപ്രതീക്ഷിത വിയോഗത്തെക്കുറിച്ചും സംസാരിച്ചത്. അമ്മയ്ക്ക് ഇടയ്ക്ക് കൈവേദന വരുമായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വേദന. അങ്ങനെയൊരു അവസ്ഥയിലാണ് നമുക്ക് വിദഗ്ധ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ ടെസ്റ്റുകൾ നടത്തി. അപ്പോഴാണ് മൾട്ടിപ്പിൾ മൈലോമയെക്കുറിച്ച് അറിയുന്നത്. അമ്മയുടെ ഡോക്ടറായിരുന്നു അസുഖത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതാണ് അവസ്ഥ. മാക്സിമം പോയാൽ 5 വർഷം. ഒറ്റയടിക്ക് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. പേഷ്യന്റിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. അമ്മയാണെങ്കിൽ ഇപ്പോൾ പൊട്ടും എന്ന അവസ്ഥയിലായിരുന്നു. നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, അമ്മ പാനിക് ആവണ്ട എന്ന് പറഞ്ഞ് അമൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അമലിന്റെ ഫാദർ ക്യാൻസർ സർവൈവറാണ്. അതിനുശേഷമായിരുന്നു ഗംഗാധരൻ ഡോക്ടറെ കാണാൻ പോയത്. അവിടെ നിന്നും കിട്ടിയ ആശ്വാസവും പ്രചോദനവും പറഞ്ഞറിയിക്കാത്തതാണ്. ഡോക്ടറെ വീട്ടിൽ പോയാണ് കണ്ടത്. രോഗിയെ പോലെ കൂടെയുള്ളവർക്കും ഇത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനാവില്ല. ജലദോഷമാണ്, പനിയാണ് എന്ന് പറയുന്ന ലാഘവത്തോടെ ഇതേക്കുറിച്ച് പറയണോ? ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റില്ല. അതൊന്നും സാരമില്ല, നമുക്ക് നോക്കാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഇതേ അസുഖമുള്ള ഒരാളെ വിളിച്ച് കാണിച്ചു തരുന്നു ഡോക്ടർ. ലൈഫ് സ്റ്റൈലും മരുന്നുമൊക്കെ കഴിക്കുന്ന അയാൾ ഇപ്പോഴും ആക്റ്റീവായി കഴിയുകയാണ്. കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല ചേച്ചി, കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ എന്നായിരുന്നു ആ ചെറുപ്പക്കാരനും പറഞ്ഞത്. 6 വർഷത്തോളം പിന്നെ ഗംഗാരൻ ഡോക്ടറായിരുന്നു ഞങ്ങളുടെ ജീവിതം. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാ വേദനകളും മാറുമെന്ന് അമ്മ പിന്നീട് പറഞ്ഞിരുന്നു.